വിശ്രമമില്ലാത്ത എൻ്റെ ജീവിതത്തെ ഒരു പുസ്തകമാക്കി ഞാൻ എഴുതിയ കഥകൾ മാത്രം ഇവിടെ ബാക്കിയാകുന്നു. അതിലെ കഥാപാത്രത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞു, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ എഴുത്തുകൾ ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യാതിരിക്കാൻ പ്രചോദനം നൽകുന്നുവെങ്കിൽ അത് മാത്രമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വിജയം. എന്നിലെ എഴുത്തുകാരൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ എൻ്റെ ശരീരവും മരിക്കാൻ പോകുന്നു. എൻ്റെ മുന്നിൽ ശാന്തമായ ഒരു സമുദ്രം രൂപം കൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് വിശ്രമിക്കാം എന്നേക്കുമായി. മജീദ് കാ, എന്തു പറ്റി മുസ്തഫ? നിങ്ങളിത് കണ്ട? നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? എവിടെന്ന് വെച്ചാ പോയി നോക്കണേ? നീ അവന്റെ മൊബൈൽ ഒന്ന് വിളിച്ചു നോക്ക്.
അവന്റെ ഫോണും ബാഗും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാരെയും അറിയിക്കുന്നതാണ് നല്ലത്. നീ ഒന്ന് അബുവിനെ ഒന്ന് വിളിച്ച് പറയും. ഹലോ, അബു, നീ എവിടെയാ? കഫ്തേരിയിലെ മുസ്തഫ പറ. നമ്മുടെ സുബൈറിനെ കണ്ടോ? ഫോറസ്റ്റ് അടുത്തുള്ള വർക്ക് സൈറ്റിലേ എന്തോ മറന്നു വെച്ചു, അത് എടുക്കാൻ പോകുന്നതിന്റെ പറഞ്ഞിട്ട് പോയി. എന്ത് പറ്റി മുസ്തഫ? എടാ, അവൻ മരിക്കാൻ പോണെന്ന് കത്തെഴുതി വെച്ചിട്ടാ പോയിരിക്കുന്നത്. അവൻ വേഗം അന്വേഷിക്കടാ. അവനത് ഭ്രാന്തായ? ഞാൻ ജാഫറിനെ ഒന്ന് വിളിച്ചോടെ, നീ സമാനപ്പെടും. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? ഒരു കോള് വരുന്നുണ്ടേ. അതിലെന്റുമ്മാന്റെ സ്വരമേ. ഹലോ ജാഫറെ, നീ എവിടെയാണ്? ഓഫീസിലോട്ട് പോവാണ്, കുറച്ച് വർക്കുണ്ട്. ഫോറസ്റ്റ് അടുത്തുള്ള വർക്ക് സൈറ്റിലേക്ക് നമ്മുടെ സുബൈറെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇന്ന് ഓഫല്ലേ, പോയിരുന്നിട്ട് വരട്ടെ. അത്രയും നേരം നിങ്ങളുടെ ശല്യം അവനുണ്ടാവില്ലല്ലോ. ജാഫറെ, അതല്ല വിഷയം. മരിക്കാൻ പറഞ്ഞ റൂമിൽ കത്തെഴുതി വെച്ചിട്ടാണ് പോയത്. എന്നെ വിളിച്ചിരുന്നു. ഓഹോ, അങ്ങനെയാ. നോക്കിട്ട് വാ ജാഫറെ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. അത് നമ്മുടെ മുസ്തഫയുടെ റൂംമേറ്റ് അല്ലേ? ആ, അതെ അതെ. അവനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവനെന്തോ മാനസിക സംഘർഷങ്ങളുള്ളതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നാട്ടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളാവാം. എല്ലാം ഒറ്റയ്ക്ക് നേരിടാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിപ്പോ നിത്യസംഭവങ്ങളായി മാറി. നമുക്ക് ആ സൈറ്റിൽ നോക്കിയാലോ? അവിടെ നോക്കാം. എന്തായി? അവിടെ ആരും വന്നിട്ടില്ലെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. നമുക്ക് അബു പറഞ്ഞ സ്ഥലത്ത് നോക്കാം. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, അവനിപ്പോൾ എന്നോട് ഒന്നും പറയാറില്ല. നമ്മളെ പോലെ അല്ല, അവന് ജീവിതം മടുത്ത് കാണും. എങ്ങനെ മടുക്കാതിരിക്കും? കുടുംബത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടതല്ലേ. അതിനവൻ ഇങ്ങനത്തെ കടുങ്കൈ ചെയ്യണോ? മനസ്സിന്റെ പിടിവിട്ടു പോകാൻ കുറച്ച് നിമിഷങ്ങൾ മതി. ആഗ്രഹങ്ങളും ശീലങ്ങളും എല്ലാം കളഞ്ഞു ജീവിച്ചിട്ട് പോ. ധൈര്യം ഇല്ലാത്തവനാണെന്ന് വെറുതെ പറയുന്നതാ. ഇപ്പം കണ്ടില്ലേ? ഒരു സമയം കഴിയുമ്പോൾ നമ്മളെയും ആർക്കും വേണ്ടതാവും. ശരിയാണക്കാ. നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പണ്ടത്തെ പോലെ വേദനയും കണ്ണീരും ഒന്നും കാണാനില്ല. എല്ലാത്തിനും ഒരകൽച്ച പോലെ. കണ്ട സ്വപ്നങ്ങൾ മാത്രം ബാക്കി. സ്വപ്നജീവികൾ. ഇന്നലെ ഷീജ വിളിച്ചിരുന്നു. റസി എന്ത് പറയുന്നു നോക്കട്ടെ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. മജീദ് കാ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? മുജിബേ, നമ്മളെ സുബൈറെ ഒരു അപകടത്തിലേക്ക് ഇറങ്ങിപ്പോയി. അതെന്ത് പറ്റിക്കാ? മരിക്കാൻ പോണെന്നുള്ള കത്തെഴുതി വെച്ചേക്കുന്നു. അനാഥത്വം അല്ലാതെന്ത്. നീ ഒന്ന് അന്വേഷിക്കേ. ആ ശരി, നോക്കട്ടേക്കാ. ഹലോ, എന്താടാ പറഞ്ഞു? ഹലോ റഷീദ്, നമ്മുടെ സുബൈർക്ക് ആത്മഹത്യ ചെയ്യാൻ പോയിന്ന് പറയണ്. നീ ഒന്ന് അന്വേഷിക്കണേ. അത് ശരി, ഓക്കേടാ, ഞാൻ വേണ്ടത് ചെയ്യാം. അയാൾക്കിതിപ്പോ എന്തിന്റെ കേടാണ്? ഞാൻ സുബൈറിനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കുടുംബത്തിന് വേണ്ടി കഴിഞ്ഞ 30 വർഷം ആ മനുഷ്യൻ ഇവിടെ ജീവിച്ചു തീർത്തു. നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ ആ പാവം. നമ്മുടെ കഷ്ടപ്പാടുകൾ വീട്ടുകാരെ അറിയിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. പ്രാരാബ്ധം ഏറ്റെടുത്ത മിക്ക പ്രവാസികളും അങ്ങനെയാണ് നാസറേ.
വിഷമങ്ങളൊന്നും ആരെയും അറിയിക്കില്ല. നാട്ടിലുള്ളവരോ അത് അറിയാൻ ശ്രമിക്കാറുമില്ല. നാളെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഉം. ആ മാമ. അസ്സലാമലൈക്കും മോളെ. വലൈക്കും അസ്സലാം. മുജീബില്ലേ മോളെ? ഇക്കകത്തുണ്ട്, മാവ കയറിയിരിക്കേ. ആ കുറെ ആയല്ലോ ഇക്കായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അൽഹംദുലില്ലാ. ഇരിക്ക്. ഇതുവഴി പോയപ്പോ ഒന്ന് കയറി. ആ അത് ശരി. കുറച്ചായില്ലേ നിങ്ങളെല്ലാം കണ്ടിട്ട്? സുബൈറിന്റെ കാര്യം അറിഞ്ഞോ നിങ്ങള്? മജീദ് ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അത് കഷ്ടമായി പോയി. ചായ എത്തി. മറ്റേ കാര്യം ചോദി. റസിയ, ഷീജയുടെ വീടിന്റെ കാര്യം നാസർ ചോദിച്ചിട്ട് നീ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇല്ല ഇക്ക, ഞാൻ കൊടുക്കില്ല. ഇപ്പൊ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയും. ഇല്ല, ഞാൻ കൊടുക്കില്ല. അങ്ങനെ പറയില്ല റസിയ. പിന്നല്ലാതെ. പണത്തിന്റെ തൂക്കം നോക്കിയാണ് ഈ പറഞ്ഞവര് നമ്മളെ സ്നേഹിക്കുന്നത്. എനിക്കൊരു വീഴ്ച വന്നപ്പോ ഈ പറഞ്ഞ ആരെയും ഞാൻ കണ്ടില്ല. ഒരു വിഷമഘട്ടം വരുമ്പോ ഇവരൊക്കെ വേണ്ടേ റസിയ? എന്ത് വിഷമം? മോള് സമാധാനപ്പെട്. നീ ഇവിടെ ഇരിക്കി. പൊന്നിന്റെ തൂക്കം നോക്കാതെ എന്നെ ജീവന്റെ തുല്യം സ്നേഹിക്കാൻ ഒരാളുള്ളപ്പോ ഞാൻ എന്തിനു വിഷമിക്കണം? എന്റെ വഴിയിലെ നേരും നെറിയും നോക്കാൻ പടച്ചവനുണ്ട് കൂടെ. മറ്റാരും എന്നെ അളക്കണ്ട. ഈ പ്രവാസം മതിയാക്കി നാട്ടിൽ ചെന്ന് നോക്ക്, അപ്പോ കാണാം. എല്ലാവരും മനസ്സിലാക്കിയ നല്ലത്. സാരമില്ല. സൈറ്റിന്റെ പുറകിലെ കോർണിഷ് അതാണ്. അതെ അതെ, അബു പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ ഇവിടെ കാണും. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. നീ എന്താ ഇങ്ങനെ പറയണേ? നിങ്ങളോടൊപ്പം ജീവിക്കാനല്ലേ ഞാൻ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട. എനിക്കും മക്കൾക്ക് നിങ്ങളെ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ പണം കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ആവശ്യവും ഇല്ല. സുബൈറെ, നിനക്ക് എന്ത് പറ്റി? ഞാൻ ഒറ്റപ്പെട്ടു പോയി ജാഫർ. നീ വാ, ഇവിടെ നിന്നാ ശരിയാവില്ല. സുബൈറെ, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാമായിരുന്നല്ലോ. ഈ ചൂടും നിറമ്പും നോക്കാതെ ഇത്രയും കാലം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഇപ്പോൾ അവർക്കെന്നെ വേണ്ടാതായി. പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രം ഞാൻ. ഇനി ഈ യന്ത്രത്തിൻ്റെ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നിക്കാണും.
മരണമല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല. സുബൈറെ, ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ് അധികവും. തിരിച്ചറിവുകളാണ് നമ്മെ അതിൽ നിന്ന് മാറ്റുന്നത്. മിക്ക പ്രവാസികളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഒഴിവാക്കുന്നവരുണ്ടാവും. നമ്മൾ സ്വയം ഇല്ലാതായാൽ ആർക്കാണ് നഷ്ടം? കടുത്ത ചൂടിൽ ജീവിക്കുന്ന ചെടികൾക്ക് എന്തെങ്കിലും മഴ പെയ്യുന്നൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെയാണ് നമ്മളും. ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും നമ്മളെ കൈവിടാത്ത ഒരാളുണ്ട് ഈ ദുനിയാവിൽ. ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കുന്ന ഉമ്മയില്ലേ നിനക്ക്? മോനെ, നിനക്ക് സുഖമാണോടാ? നീ ഭക്ഷണം കൃത്യമായി കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണേ. ഞാനെന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നത് എൻ്റെ ഉമ്മ മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന ആ മഹാഭാഗ്യത്തെ നിനക്കെങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും? ജീവിച്ചു കൊതി തീരാത്ത എത്രയോ രോഗികൾ ഇന്നും കിടക്കയിൽ ജീവിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. എല്ലാ വേദനയും പടച്ചവനിൽ അർപ്പിച്ചവനെ തോൽപ്പിക്കാൻ പാടാണ് സുബൈറെ. എന്തായി ജാഫറെ? ആബോ, വിളിച്ചിട്ട് കിട്ടിയില്ല. അൽഹംദുലില്ലാ, ആളെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഓഫീസിലുണ്ട്. ഓ ശരി ജാഫറെ, പടച്ചോൻ കാത്ത്. ജീവിതമാകുമി വാത്മീകത്തിലെ മുഖവികാരങ്ങൾ വ്യർത്ഥമല്ലേ? കളിയും ചിരിയും വിടരും നാളുകൾ കഥനത്തിലേക്കുള്ള യാത്രയല്ലേ? കളിയും ചിരിയും വിടരും ഒന്ന് നിർത്തിയത്. സുബൈർ ആത്മഹത്യ ചെയ്യാൻ പോയ നീ അറിഞ്ഞാ? അയ്യോ, അതെപ്പോ? കൃത്യസമയത്ത് ജാഫർ എന്നുകൊണ്ട് ആളിനെ കിട്ടി. നീ ഇവിടെ പാട്ടും പാടിയിരുന്നു. നിനക്കറിയാലോ, ഈ പാട്ടുകളാണ് എൻ്റെ സന്തോഷം. അത്രയ്ക്കുമുണ്ടടാ വിഷമം. മരിക്കും വരെ ജീവിച്ചല്ലേ പറ്റൂ. ഏത് പ്രായം വരെ ഇവിടെ ജീവിക്കണം തീരുമാനിക്കുന്നത് നമ്മളല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ അത് തീരുമാനിക്കും. ഇത് കണ്ടോ, 1 വർഷം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഇത് മുഴുവൻ ഞാൻ വായിച്ചതാണ്. പ്രയാസങ്ങളെ നേരിട്ട അതിജീവനത്തിൻ്റെ കഥ. സുബൈർ തന്നെയല്ലേ അത് എഴുതിയത്? ഞാൻ തന്നെയാണ് അത് എഴുതിയത്. പക്ഷേ ജീവിതത്തിൽ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ മുസ്തഫ വാ. മുസ്തഫ വന്നല്ലോ. എന്ത് ഭ്രാന്താടാ കാണിച്ചത്? നമ്മളില്ലായിരുന്നടാ കൂടെ എന്തിനും. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മുസ്തഫ. അതെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതെ അതെ അതെ. ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിരിയുന്ന ഓരോ പൂവും ജീവിക്കാൻ വേണ്ടി പോരാടുകയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ബന്ധങ്ങളോടൊരു വാക്ക്. ഒരു പ്രവാസിക്ക് വേണ്ടത് കുടുംബത്തിന്റെ സ്നേഹവും പിന്തുണയുമാണ്. നിനക്ക് സുഖമാണോ എന്ന ഒരു സ്നേഹവാക്ക്, ഒരു ചെറിയ ആശ്വാസം, അത് ചിലപ്പോൾ
ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ അത് മതിയാകും. സമൂഹത്തോടൊരു വാക്ക്. ഒറ്റപ്പെടലിന്റെ വേദനയിൽ കഴിയുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കഴിയുന്നിടത്തോളം ഒരു താങ്ങായി, ധൈര്യമായി, ആത്മവിശ്വാസമായി അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം.